ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പാർട്ടികൾക്കും സൽക്കാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റോയൽ ഡെസേർട്ടാണ് നവാബി ഷമായി. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 200 ഗ്രാം പൊടിച്ച സേമിയ ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് പാൽപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സേമിയയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്രീം റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 3 ഗ്ലാസ് പാൽ ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. പാല് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 ഗ്ലാസ് പാലിൽ കലക്കിയതും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് കട്ടിയാവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സേമിയയുടെ മിക്സ് 3 പാർട്ടായിട്ട് മാറ്റാം. അതിലത്തെ ആദ്യത്തെ പാർട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചോ ഒരു ചെറിയ ബൗൾ വെച്ചോ ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ സേമിയൻ്റെ ലെയർ സെറ്റ് ചെയ്തെടുക്കുക. സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ക്രീമിൻ്റെ മിക്സ് ചേർക്കുക. ഇനി മൂന്നാമത്തെ ലെയർ സേമിയയും കൂടി ചേർത്ത് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാമും റീസിൻസും ഒക്കെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നവാബി ഷമായി ഇവിടെ റെഡിയാണ്. ഇത് കുറഞ്ഞത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുക. അപ്പോൾ ഈ ഡെസേർട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ആക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.